ഈ വീഡിയോ നോക്കി നിങ്ങളുടെ വീഡിയോസിന് അല്ലെങ്കിൽ റീൽസിന് മ്യൂസിക്കിനനുസരിച്ച് ഇതേ ഇങ്ങനെ ഒരു റിതം നൽകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെൽക്കം ടു CapCut ട്യൂട്ടോറിയൽ പാർട്ട് 13. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റിനനുസരിച്ച് എങ്ങനെ ട്രാൻസിഷൻ കൊടുക്കാനാണ്. അതിനാദ്യമായിട്ട് മ്യൂസിക്കിലെ ബീറ്റ്സ് കണ്ടുപിടിക്കണം. ആൻഡ്രോയിഡിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും ഒരേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഓഡിയോ ടൈമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ആൻഡ്രോയിഡിലാണെങ്കിൽ ഇതേ ബീറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബീറ്റ് കേൾക്കുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് പോകാം. ഇനി അതല്ലെങ്കിൽ അതൊരു ഫീച്ചർ ഉള്ളത് ഓട്ടോ ബീറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പാട്ടിൽ എവിടെയാണോ ബീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ നോഡുകൾ ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ വിൻഡോസിലാണെങ്കിലും ഈ ബീറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓട്ടോ ജനറേറ്റിൽ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ലഭിക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതേ ബീറ്റ് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഈ ബീറ്റ്സിനനുസരിച്ച് നമ്മൾ വീഡിയോസ് മാറ്റി ട്രാൻസിഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഈ വീഡിയോ ആണെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നു, നമ്മൾ മറ്റൊരു വീഡിയോ ഇടുന്നു, ഇതിനിടയിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇടുന്നു. രണ്ടിലും സെയിം മെത്തേഡാണ്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. ഇത് ഇങ്ങനെ ബീറ്റ്സിനനുസരിച്ച് മാറി വരുന്നുണ്ടോ? ഇത് ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ അതൊരു സിനിമാറ്റിക് ഫീൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സഹായിക്കും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടിപ്സിന് ഫോളോ ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ടീം വഴി കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂരാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഓഫറുകളൊക്കെ വീഡിയോ വഴി ഷൂട്ട് ചെയ്ത് റീലാക്കി കിട്ടണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.